ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ലൊരു കൊഞ്ച് വരട്ടിയതും ചോറും സാമ്പാറും മരിച്ചിനെയൊക്കെ ഉടച്ചതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ലഞ്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കൊഞ്ച് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം, 15 ചെറിയ ഉള്ളി വേണം, 15 നമ്പർ വേണം കേട്ടോ ചെറിയ ഉള്ളി. പിന്നെ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 വറ്റൽ മുളക്, നമ്മൾ നല്ല കളറുള്ള മുളകുണ്ടല്ലോ, കാശ്മീരിയിലെ ആ ഒരു വറ്റൽ മുളകുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകം വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1-2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ തക്കാളി ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിക്കോളും. ഇനി അരച്ചെടുത്തിട്ടുള്ള ആ ഒരു കൂട്ടെല്ലാം കൂടെ നമുക്കിതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള പ്രോൺസ് ഉണ്ട്. ഏകദേശം 1 കിലോ പ്രോൺസ് ഉണ്ടായിരുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു മസാല മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു 15 തൊട്ട് അരമണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കാം, മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഒരു കടായി വെച്ച് കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത്രയും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വെള്ളമൊക്കെ ഒന്ന് വന്ന് വറ്റിച്ചൊന്ന് വരട്ടിയെടുക്കണം, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോൺസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു പ്രോൺസ് എന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങും, നിറയെ വെള്ളം കാണും. അപ്പോൾ അതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ ആ ഒരു തക്കാളിയൊക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിയാണ് കേട്ടോ ഇരിക്കുന്നത്, പുറത്തോട്ട് ഇങ്ങനെ തെറിച്ചാണ് ഇത് റെഡിയായി വരുന്നത്. ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുക്കണേ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമൊക്കെ എത്തുന്ന സമയത്ത് എണ്ണ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്തെടുക്കാം. കാരണം നമ്മൾ ഈ ഒരു ചേർത്തിട്ടുള്ള മസാലയൊക്കെ ഉണ്ടല്ലോ മുരിഞ്ഞ് നന്നായിട്ട് വരണം. ആ ഒരു പ്രോൺസിൻ്റെ മുകളിൽ ഈ മസാലയൊക്കെ ഒന്ന് കോട്ടായിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ പാകത്തിലെടുക്കാം, വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടൊന്ന് മൊരിയിച്ചെടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എണ്ണ ചേർത്ത് കൊടുത്തിട്ട്, വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്, എണ്ണ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൊരിച്ചൊന്ന് എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം തൊട്ട് നമ്മൾ ഇനി കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രോൺസ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലൊക്കെ ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊരു വാഴയിലേക്കൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചോറും പിന്നെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള മരിച്ചിനി, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പ്രോൺസ് മസാല ഫ്രൈയും, പിന്നെ തലേ ദിവസത്തെ മീൻ കറിയാണ്, തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള അയില മീൻ കറിയും, ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഊണ്. അപ്പം നല്ല സ്പെഷ്യൽ ലഞ്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യും.